അതെ, സംഭവം നമ്മൾ സി ഐ ഡിമാരെ അങ്ങനെ ചെറുതായി കാണേണ്ടതില്ല എന്നാണ് അവസാനത്തെ പോസ്റ്ററിൻ്റെ വാചകം തന്നെ അങ്ങനെയായിരുന്നു. നമ്മളെ ചെറുതായി കാണേണ്ടതല്ല. അപ്പോൾ അതിനകത്ത് എന്തോ ഒരു സംഭവം ഉണ്ട്. പിന്നെ GVM ഗൗതം വാസുദേവനെ അങ്ങനെ വെറുതെ ഒരു പടം എടുക്കില്ലല്ലോ. പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ പോലീസ് കഥകൾ, പിന്നെ നമുക്ക് ഫേമസ് ആയിട്ടുള്ള തമിഴിലുള്ള പോലീസ് കഥകളും ഉണ്ട്. അപ്പോൾ പക്ഷേ അതിൻ്റെ സീനറി, അതിൻ്റെ ട്രെയിലർ കണ്ടിട്ട് നമുക്കൊരു കോമഡിയുടെ, മമ്മൂട്ടി തന്നെ പണ്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ സിനിമകൾ, അടയാളം എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഒരു കോമിക് ടച്ചുള്ള ഒരു ഡിറ്റക്റ്റീവ് ടൈപ്പ്. പിന്നെ അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് തന്നെയാണ്. കാരണം മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്. ഒന്നുപോലെ ചെയ്യുന്നില്ലല്ലോ, എല്ലാം വെറൈറ്റി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മലയാള സിനിമയ്ക്ക് ഒരു പുതിയ അനുഭവം തന്നെയായിരിക്കും ആ സിനിമ എന്നുള്ളതാണ് ആ ട്രെയിലർ കണ്ടപ്പോൾ തോന്നുന്നത്. പക്ഷേ അതെ, ഗോകുലും വരുന്നുണ്ട്. നല്ല ഇൻട്രസ്റ്റിംഗ് കോമ്പിനേഷനാണ്. ഇപ്പോൾ ഗോകുലാണെങ്കിൽ ഗഗനചാരി പോലുള്ള തീർത്തും വ്യത്യസ്തമായ ഒരു മൂവിയാണ് ലാസ്റ്റ് ചെയ്ത് നമ്മളെ ഇമ്പ്രസ് ചെയ്തത്. അതുപോലെ തന്നെ മമ്മൂക്കാണെങ്കിൽ മമ്മൂട്ടി കമ്പനിയുടെ ഇതിൽ തുടർച്ചയായി വേറെ സബ്ജക്റ്റുകൾ എടുത്തിട്ട് പുതിയ കഥകൾ നമുക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തോ ഒരു ഫണ്ണായിട്ടുള്ള എന്തോ ഒരു ത്രില്ലിങ് സാധനം ഉണ്ട്. അത് ട്രെയിലറിൽ കാണിക്കാത്ത എന്തെങ്കിലുമൊക്കെ കാണും. ട്രെയിലർ വളരെ സ്മൂത്തായിട്ടൊരു കോമിക്കായിട്ടാണ് പോകുന്നത്. അപ്പോൾ കോമഡിയും ആക്ഷനും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവത്തിനായി വെയിറ്റിംഗ് ആണ്. മമ്മൂക്കയുടെ ഒരു ഫിലിം വരിക എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രതീക്ഷയാണ്. ഓരോ സിനിമയും ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടാണ് പുള്ളി ചെയ്തു പോണത്. അപ്പോൾ ആ രീതി നോക്കുമ്പോൾ ഈ പടത്തിന് ഭയങ്കര പ്രതീക്ഷയുണ്ട്. എനിക്കൊരു കോമഡി ത്രില്ലർ ജോണറിലാണ് പടം പോണത്. ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഗൗതം വാസുദേവാണ്. മലയാളത്തിൽ പുള്ളി ഒരു പടം ഡയറക്റ്റ് ചെയ്യുക, അതും മമ്മൂക്ക ചെയ്യാന്ന് പറയുമ്പോൾ വെറുതെ ഒരു സ്റ്റോറി കൊണ്ട് ഇട്ടിട്ട് പടം ചെയ്യാനായിട്ട് ഒരിക്കലും പോകത്തില്ല. അപ്പോൾ അതിലെന്തെങ്കിലും നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത കുറേ സാധനങ്ങൾ അതിൻ്റെ അകത്തുണ്ടാവും, കുറേ എലമെൻസുകളുണ്ടാവും. അതെന്താണെന്ന് കാണാനുള്ള ഒരു ആകാംക്ഷയിലാണ് ഞാനിരിക്കുന്നത്. പിന്നെ സുരേഷ് ഗോയുടെ മകൻ, അതുപോലെ തന്നെ ഗോകുൽ ഈ മമ്മൂക്കയുടെ ഒപ്പമുള്ള ഒരു പെർഫോമൻസ്, അവർ തമ്മിലുള്ള കോമ്പോസിന് ഒക്കെ എങ്ങനെയാണെന്ന് പണ്ടുള്ള പടങ്ങളിൽ മമ്മൂക്ക സുരേഷ് ഒരുമിച്ച് അഭിനയിച്ചത്. അപ്പോൾ ആ മകൻ മമ്മൂക്കയുടെ ഒപ്പം അഭിനയിക്കുമ്പോഴത്തേക്ക് എന്താണ് ആ ഒരു അവർ തമ്മിലുള്ള കെമിസ്ട്രി, അതിൻ്റെ രസങ്ങളൊക്കെ എന്താണെന്നൊക്കെ അറിയുള്ള ഭയങ്കര വെയിറ്റിംഗ് ആണ്. ഒരുപാട് ക്യാരക്ടറൊന്നുമില്ല. പിന്നെ എനിക്കിതിലൊക്കെ പാച്ചു അത്ഭുത വിളക്കിൽ ഫഹദ് ഫാസിലിൻ്റെ ഒപ്പം അഭിനയിച്ച് ഞെട്ടിച്ച പുള്ളിയുടെ ഒരു പേര് ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ പുള്ളിക്കാരി പടത്തിലുണ്ട്. അപ്പോൾ ആ പുള്ളിക്കാരുടെ പെർഫോമൻസിനും വെയിറ്റിംഗ് ആണ്. മറ്റൊരു ഹിറ്റെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം അതിനുള്ള ഐറ്റംസും മമ്മൂക്കയും ഗൗതം വാസുദേവനും ചെയ്തു വെച്ചിട്ടുണ്ടാവും. സോ വെയിറ്റിംഗ്.